ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ മോഡൽസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ വി നീഡ് എ വെരി ഗുഡ് പ്ലാൻ അല്ലേ. അപ്പോൾ അതുപോലെ ഫോർ എ ഡാറ്റാബേസ് ഡിസൈനിങ് വി നീഡ് എ വെരി ഗുഡ് പ്ലാൻ, that is data model. So it is a modeling of data description, data semantics and consistency constraint of data. That means a data model describes a data semantics and syntax means rules and regulations for a, that means it is also consistency constraints. So എങ്ങനെ നമ്മൾ ഡാറ്റാബേസിനെ ഡിഫൈൻ ചെയ്യണം എന്ന്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, ഇത്തരത്തിൽ എല്ലാ കാര്യത്തിനെയും നമ്മൾ മോഡൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ നമുക്ക് ഡാറ്റ മോഡൽ എന്ന് പറയാം. ഓക്കെ, it provides conceptual tools for describing the design of a database at each level of data abstraction. Okay, അപ്പോൾ ഓരോ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ നമുക്കറിയാം. ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻസ് ഏതൊക്കെയാണ്? ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. അപ്പോൾ ഓരോ ലെവലിലും വേണ്ട കൺസെപ്ച്വൽ ടൂൾസിന് അതായത് പ്രൊവൈഡ് ചെയ്യും. ആര് തരും? ഡാറ്റ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദറ്റ് ഇസ് എ ബേസിക് ഡിസൈൻ ഓഫ് എ ഡാറ്റാബേസ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഡാറ്റ മോഡൽ. ഇനി പല ടൈപ്പ് ഓഫ് ഡാറ്റ മോഡൽസ് ഉണ്ട്. നമുക്കറിയാം, ഫയൽ ബേസ്ഡ് അപ്രോച്ചാണ് നമ്മൾ ഫസ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ കമ്മിങ് ടു ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, റിലേഷണൽ മോഡൽ, ER മോഡൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ, ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽ, സെമി സ്ട്രക്ചേർഡ് ഡാറ്റ മോഡൽ. അങ്ങനെ സോ മെനി ഡാറ്റ മോഡൽസ് നമ്മൾക്ക് ഈ ഒരു ഏരിയയിൽ കുറേ എണ്ണം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്നതും, ഇപ്പോൾ നമുക്ക് പല ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും ഒബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതും ഉണ്ടെങ്കിലും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് റിലേഷണൽ മോഡലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫയൽ ബേസ്ഡ് അപ്രോച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം കളക്ഷൻ ഓഫ് അൺറിലേറ്റഡ് ഫയൽസാണ്. അതായത് ആ ഫയൽസുകൾ തമ്മിൽ റിലേഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സെപ്പറേറ്റ്ലി ദേ ആർ സ്റ്റോർഡ് ആസ് എ ഫയൽ എന്ന് നമുക്ക്, അതായത് അപ്പോൾ നമുക്ക് ഓരോ എൻഡ് യൂസേഴ്സിനും പ്രൊവൈഡ് ചെയ്യേണ്ട, നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഓരോ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഫയൽ ബേസ്ഡ് അപ്രോച്ചാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ആൻഡ് നിങ്ങളത് വായിച്ച് നോക്കണം, നോട്ട് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വുഡ് റൈറ്റ് പ്രോഗ്രാംസ് ഫോർ ഈച്ച് ആപ്ലിക്കേഷൻ ഈച്ച് ഓഫീസ് നീഡഡ് പെർഫോം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ ഓഫീസിലുള്ള ഡീറ്റെയിൽസ് അവർക്ക് ആക്സസ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വേണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് പിന്നെ ഡാറ്റനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വേണം. അങ്ങനെ ഓരോരുത്തർക്കും, ഓരോ എൻഡ് യൂസേഴ്സിനും ഡാറ്റനെ ആക്സസ് ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു യൂസ് എ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഫയൽ ബേസ്ഡ് അപ്രോച്ച്. അപ്പോൾ കുറേ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. എനിവേസ്, സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ഡാറ്റ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ, ഇൻകമ്പാറ്റബിൾ ഫയൽ ഫോർമാറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ ഡാറ്റ ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്. ഫിക്സ്ഡ് ക്വറീസ്, ഇനബിലിറ്റി ടു ജനറേറ്റ് ടൈംലി റിപ്പോർട്ട്സ്, അങ്ങനെ കുറേ പ്രോബ്ലംസ് നമുക്ക് ഉണ്ട്. സെപ്പറേഷനൊക്കെ വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇനബിലിറ്റി ടു ജനറേറ്റ് ടൈംലി റിപ്പോർട്ട്സ്. ദെൻ കമ്മിങ് ടു ഹൈറാർക്കിക്കൽ മോഡൽ. ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ് ഇസ് എൻ ഹൈറാർക്കി അല്ലേ. അപ്പോൾ നമുക്കൊരു പാരൻറ്റ് നോഡ് റിലേഷൻഷിപ്പ്, പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഫോളോ ചെയ്യുന്ന ഹൈറാർക്കിക്കൽ മോഡലിൽ ഫോളോ ചെയ്യുന്നത് ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. ട്രീ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡാറ്റ സ്ട്രക്ചറിൽ ട്രീ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രീ ലൈക്ക് സ്ട്രക്ചറാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് വാട്ട് പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെയാണ് ഫൈനൽ അസംബ്ലിയിൽ തന്നെ നമുക്ക് ഓരോ കമ്പണൻ്റായി ഡിവൈഡ് ചെയ്തു. ഓരോ പെർട്ടിക്കുലർ കമ്പണൻസിനും ഓരോ പെർട്ടിക്കുലർ പാർട്ടുകളായി ഡിവൈഡ് ചെയ്തു. ദിസ് കൈൻഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഫോളോഡ് ബൈ വാട്ട് hierarchical model. Then what is the advantages and disadvantages of hierarchical model? Advantages means simplicity, data security, data integrity and efficiency. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇംപ്ലിമെൻറ്റേഷൻ കുറച്ചും കൂടെ കോംപ്ലെക്സ് ആണ്. അതുപോലെ ഡാറ്റ മാനേജ്മെൻറ്റ്, അത് നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ്.
സ്ട്രക്ചറൽ ഡിപ്പെൻഡൻസ് നമുക്ക് ലാക്ക് ഓഫ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് അത് പാരൻറ്റ്, അപ്പോൾ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ്, ഓരോ ഡാറ്റയ്ക്കും സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഡാറ്റയും ഇൻ്റർ കണക്റ്റഡ് ആയി വരുന്ന ഒരു പ്രോബ്ലം. അതുപോലെ പ്രോഗ്രാമിംഗ് എഴുതി അതിനെ ആക്സസ് ചെയ്യാനുള്ള പ്രോബ്ലം. ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഹൈറാർക്കിക്കൽ മോഡലിലുണ്ടായിരുന്നു. ദെൻ നെറ്റ്വർക്ക് മോഡലിലേക്ക് വരുമ്പം നമ്മൾ ഹൈറാർക്കിക്കൽ മോഡലിൽ ട്രീ സ്ട്രക്ചറാണ് യൂസ് ചെയ്തതെങ്കിൽ നെറ്റ്വർക്ക് മോഡലിൽ ഗ്രാഫ് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു നോഡുകൾ തമ്മിൽ തന്നെ, അതായത് മോർ ദാൻ വൺ കണക്ഷൻസ് അല്ലോ മോർ കണക്ഷൻസ് ബിറ്റ്വീൻ നോഡ്സ്. അപ്പോൾ നമുക്ക് ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് മാത്രമല്ല, അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോർ കണക്ഷൻസ് ബിറ്റ്വീൻ നോഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എംപ്ലോയി വർക്ക് ഫോർ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ഹൈറാർക്കിക്കൽ മോഡൽ, ബട്ട് ഹിയർ ഇറ്റ് ഈസ് പോസിബിൾ. ബിക്കോസ് നമുക്ക് എന്ത് പറയാം, ഒരു പാരൻറ്റിന് മോർ ദാൻ വൺ ചൈൽഡ് ആവാം, പക്ഷെ ഒരു ചൈൽഡിന് മോർ ദാൻ വൺ പാരൻ്റ് ആവാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ട്രീ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ വാട്ട്, ഗ്രാഫ് സ്ട്രക്ചർ. സോ നെറ്റ്വർക്ക് മോഡൽ ഫോളോസ് ഗ്രാഫ് സ്ട്രക്ചർ. ഇനി അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസും പറയുമ്പം വാട്ട് കൺസെപ്ച്വൽ സിംപ്ലിസിറ്റി, ഹാൻഡിൽ മോർ റിലേഷൻഷിപ്പ്, ഈസ് ഓഫ് ഡാറ്റ ആക്സസ്, ഇൻറ്റഗ്രിറ്റി, ഇൻഡിപെൻഡൻസ്. അപ്പോൾ കുറച്ചും കൂടെ ഡാറ്റ ഇൻഡിപെൻഡൻസ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വേണം, ജസ്റ്റ് നമുക്കൊരു ഹിസ്റ്ററി പഠിക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് പറഞ്ഞു പോന്നാൽ മതി. അതുപോലെ കുറേ ഡാറ്റാബേസ് സ്റ്റാൻഡേർഡ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയും കോംപ്ലക്സിറ്റി കുറച്ച് പ്രശ്നമാണ്. സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല, ഡാറ്റ ഇൻഡിപെൻഡൻസ് മാത്രമേ നമുക്കവിടെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റ മോഡൽ, ദാറ്റ് ഈസ് കമ്മിങ് ടു RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ സോ വെരി പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡൽ, ഡാറ്റ മോഡലാണ് നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡൽ. അപ്പം നമുക്ക് ഈ ഒരു സിലബസിൽ നമുക്ക് റിലേഷണൽ ഡാറ്റ മോഡലും മോഡലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. സോ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറയാം. ഓൾറെഡി നോ ദാറ്റ് റിലേഷണൽ ഡാറ്റ മോഡൽ ഇസ് ബേസ്ഡ് ഓൺ റോസ് ആൻഡ് കോളംസ് ആൻഡ് ബേസ്ഡ് ഓൺ ടേബിൾസ്. അപ്പോൾ ടേബിൾസിനെ നമ്മൾ പറയുന്നത് ദേ ആർ ഓൾസോ കോൾഡ് റിലേഷൻസ്. So we can call that data model as relational data model, and it is initially described by Edgar F. Code in 1969. The relational data model is widely used for model in which primarily used for commercial data processing application. We already know that commercial data processing application usually follows what, റിലേഷണൽ ഡാറ്റ മോഡൽ. അപ്പോൾ ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ടേബിൾ, ഒരു പെർട്ടിക്കുലർ ടേബിളിനെ നമ്മൾ റിലേഷൻ എന്ന് പറയും. ഓരോ ടേബിളിലും ഓരോ പെർട്ടിക്കുലർ റോസ് ആൻഡ് കോളംസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈച്ച് റോസ് ഇസ് കോൾഡ് ആസ് എ ടപ്പിൾ. Okay, each row in a table is called as tuple, and column and a column header called as attributes. Okay, column header SID, S9, S-name, SH, S-class, S-section is called attributes of the table, and each row called tuple, and a table is also called relation. ആൻഡ് ഈച്ച് ടേബിൾ ഒരു ആപ്ലിക്കേഷൻ, ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എൻറ്റിറ്റീനെ നമ്മൾ ഒരു ടേബിളിൽ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ ഓരോ ഇൻസ്റ്റൻസിനെയും നമ്മൾ എന്തായി റെപ്രസെൻറ്റ് ചെയ്യും, ഓരോ റോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. റിലേഷണൽ ടേബിൾ, ടപ്പിൾ എന്ന് പറയുന്നത് കോളം റോ ഒരു റെക്കോർഡിൻ്റെ എന്നാണ് പറയുക. ആൻഡ് കാർഡിനാലിറ്റി ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഇൻ ദ ടേബിൾ. അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ഹെഡറിനെ നമ്മൾ എന്ത് പറയും, അട്രിബ്യൂട്ട് എന്ന് പറയും. ഡിഗ്രി ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. കാർഡിനാലിറ്റി ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്. പ്രൈമറി കീ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഉണ്ട്. അതായത് യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കീനെ നമുക്ക് പ്രൈമറി കീ എന്ന് പറയാം. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് ദ വാല്യൂസ് ഓഫ് എ സ്പെസിഫിക് അട്രിബ്യൂട്ട്സ് ഓഫ് എ സ്പെസിഫിക് റിലേഷൻസ് ആർ ടേക്കൺ. ദാറ്റ് ഒരു പർട്ടിക്കുലർ കോളത്തിൽ നമുക്ക് പറയാം SID, S-name, SH, S-class, S-section is attribute, and tuple means a single row. This is the domain of S-name. This is the domain of S-name, that is permitted values for a particular attribute. SH ൻ്റെ ഡൊമൈൻ ആണ് ഇത്രയും.
അപ്പോൾ അതിന് അലൗഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസ് ദറ്റ് ആർ പെർമിറ്റഡ് ഫോർ എ പെർട്ടിക്കുലർ അട്രിബ്യൂട്ടിനെ നമുക്ക് ഡൊമൈൻ എന്ന് പറയാം. പിന്നെ പ്രൈമറി കീ എന്ന് പറയുന്നത് യുണീക്ലി ദിസ് ഇസ് യുണീക്കാണ് അല്ലേ. ഈ SID എന്ന് പറയുന്നത് യുണീക്ക് ഫോർ എവറി ടപ്പിൾ അല്ലേ. ഈ ഓരോന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് പെർട്ടിക്കുലർ റെക്കോർഡ് യൂസിങ് ദിസ് SID. സോ വി ക്യാൻ സേ ദാറ്റ് SID is a primary key for this table. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട് പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ സ്ട്രക്ചറൽ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്, കൺസെപ്റ്റൽ സിംപ്ലിസിറ്റി, ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷൻ, മെയിൻ്റനൻസ് ആൻഡ് യൂസേജ് ഈസ്, ക്വറി കേപ്പബിലിറ്റി, വെരി പവർഫുൾ, ഫ്ലെക്സിബിൾ, ഈസി ടു യൂസ് ക്വറി കേപ്പബിലിറ്റി. ഡിസഡ്വാൻറ്റേജ് വരുന്നത് ഹാർഡ്വെയർ ഓവർഹെഡ് ആണ്. അതൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഹാർഡ്വെയർ ഓവർഹെഡൊന്നും നമുക്കത് നെഗ്ലിജിബിളാണ്. ഈസ് ഓഫ് ഡിസൈൻ ലീഡ്സ് ടു ബാഡ് ഡിസൈൻ. ദാറ്റ് മീൻസ് അത് പിന്നെ നമ്മുടെ ഈ ഡിസൈനിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ മോഡലിൻ്റെ പ്രശ്നമല്ല, മോഡൽ ചെയ്യുന്ന ആളുടെ പ്രശ്നമാണ് അല്ലേ. നമുക്ക് അത് ഈസ് ഓഫ് ഡിസൈൻ ആണെങ്കിലും പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ബാഡ് ഡിസൈൻസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ സോ നമുക്ക് ഡിസഡ്വാൻറ്റേജസിനെ തന്നെ നെഗ്ലിജിബിളായിട്ട് കാണാം. അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റാ മോഡലാണ് റിലേഷണൽ ഡാറ്റാ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈലൈറ്റ്സ് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രൈമറി കീ, ഡൊമൈന്, ടപ്പിൾ, കോളം ഓർ അട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞു. ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ ടേബിൾ കോൾ റിലേഷൻസ്. റിലേഷൻ ക്യാൻ ബി നോർമലൈസ്ഡ് എന്ന് പറയുന്നത് നോർമലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഡാറ്റ റിഡൻഡൻസി. അപ്പോൾ ഡാറ്റ റിഡൻഡൻസി ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡാറ്റ റിഡൻഡൻസി ഈസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. സോ ഡാറ്റ റിഡൻഡൻസിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ നോർമലൈസേഷൻ പറയുന്നത്. റിലേഷൻ ക്യാൻ ബി നോർമലൈസ്ഡ്. ഇൻ നോർമലൈസ്ഡ് റിലേഷൻസ് വാല്യൂ സേവ്ഡ് ആസ് അറ്റോമിക് വാല്യൂ. അപ്പോൾ സിംഗിൾ വാല്യൂസ് ആയിരിക്കും. ഒരു കോളത്തിൽ ഒറ്റ വാല്യൂസ്, അറ്റോമിക് വാല്യൂസ് ആയിട്ടായിരിക്കും അതുണ്ടാവുക. ഈച്ച് റോ ഇൻ എ റിലേഷൻ കണ്ടെയ്ൻസ് എ യുണീക്ക് വാല്യൂ. എല്ലാ റോയിലും ഒരു പെർട്ടിക്കുലർ യുണീക്ക് വാല്യൂ ഉണ്ടായിരിക്കണം. ഈച്ച് കോളം ഇൻ എ റിലേഷൻ കണ്ടെയ്ൻസ് വാല്യൂ ഫ്രം എ സെയിം ഡൊമെയിൻ. അപ്പോൾ അതിൻ്റെ ഈ ഒരു കസ്റ്റമർ ആയിരിക്കും 1 2 3 4 എന്ന് പറയുന്ന നമ്പേഴ്സ് ആയിരിക്കുമെങ്കിൽ കസ്റ്റമർ നെയിം എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കസ്റ്റമേഴ്സിൻ്റെ നെയിംസിൻ്റെ ഇതിൽ വരുന്നതാണ്. സ്റ്റാറ്റസ് പറയുന്നത് ആക്റ്റീവ് ഓർ ഇൻആക്റ്റീവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ദ ഡൊമൈൻ. ഇനി എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡാറ്റാ മോഡൽ. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡാറ്റാ മോഡൽ വന്നതിന് ശേഷമാണ് ശരിക്കും റിലേഷണൽ ഡാറ്റാ മോഡൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റി ഈസ് എ തിങ് ഓർ ഒബ്ജക്റ്റ് ഇൻ ദ റിയൽ വേൾഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ എൻറ്റിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു എൻറ്റിറ്റി, കോളേജ് എന്ന് പറയുന്നൊരു എൻറ്റിറ്റി. ദേ ആർ connected together in a relation students studying in this college. A student having the attributes like student ID, student name, student address, and college having college ID and college name. So each student studying this particular college. So this is the kind of relationship. So entity comes to relationship with another entity. This is entity relationship data model. So AR data model is a logical representation. So the logical representation വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. These objects are known as entities, and here objects are known as entities. Relationship is association among these entities. This model is designed by Peter Chen in 1976. Okay, 1976 പബ്ലിഷ് ചെയ്തുള്ളൊരു പേപ്പറിലാണ് നമ്മുടെ ഈ ഒരു ER ഡയഗ്രത്തിൻ്റെ ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഡാറ്റാബേസ് ഡിസൈനിങ്. നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ER മോഡൽ ചെയ്തിട്ട് ER മോഡലിനെ റിലേഷൻ മോഡലിലേക്ക് മാപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. സോ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ നമ്മൾ ഇതിനെ മാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ടേബിൾ വരയ്ക്കുന്നു. ആ ടേബിളിൽ എത്ര കോളംസ് വരും? സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് അഡ്രസ്, അങ്ങനെ 3 കോളം വരുന്നു. അങ്ങനെ ഇവിടെ കോളേജ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് 2 അട്രിബ്യൂട്ട് വരണം. ഒന്ന് കോളേജ് IDയും കോളേജ് നെയിമും. അപ്പോൾ നമുക്കറിയണം ഈ സ്റ്റുഡൻറ്റ് ഏത് കോളേജിലാണ് പഠിക്കണതെന്ന് പറയണം. അപ്പോൾ ഇവരൊരു അസോസിയേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടേക്ക് ഒരു കോളം കൂടെ ആഡ് ചെയ്യും. വാട്ട് ഈസ് കോളേജ് ID. ഓക്കെ, ഇവിടെ നമ്മൾ കോളേജ് ID കൊടുക്കും. അപ്പോൾ സ്റ്റുഡൻറ്റ് ID,
സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് അഡ്രസ് ആൻഡ് കോളേജ് ഐ ഡി. സോ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ടേബിളാണിത്. കോളേജ് എൻറ്റിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ടേബിളാണിത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കണക്ഷൻസ്, ഈ ഒരു സ്റ്റഡിയിങ് എന്ന് പറയുന്ന ടേബിൾ, ഈ ഒരു പിന്നെ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടി നമുക്കൊരു അഡീഷണൽ കോളം കൊടുക്കാം. ദാറ്റ് അഡീഷണൽ കോളം ഹാവിങ് ദ ആട്രിബ്യൂട്ട് നെയിം കോളം ഐ ഡി. ഈ കോളം ഐ ഡീനെ നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ കോളേജ് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് എവിടെ കൊടുക്കാം, ഈ ഒരു ടേബിളിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ വരുന്നത് ഒബ്ജക്റ്റ് ബേസ്ഡ് ആണ്. ഒബ്ജക്റ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റൊക്കെ വന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റുകളെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പിന്നെ ഡാറ്റേനെയും ഡാറ്റേൻ്റെ ഇതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ആക്ച്വലി ഈസ് എൻ എക്സ്റ്റൻഷൻ ഫോർ ER മോഡൽ. അതായത് ഈ ER മോഡലിൻ്റെ അകത്ത് നമുക്കൊരു പെർട്ടിക്കുലർ എൻറ്റിറ്റീൻ്റെ അകത്ത് നമ്മൾ ഡാറ്റേനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനോട് കൂടി ഫങ്ഷൻസ്, എൻക്യാപ്സുലേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കുറേ നോഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു മോഡലാണ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. ദിസ് മോഡൽ സപ്പോർട്ട് എ റിച്ച് ടൈപ്പ് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ് സ്ട്രക്ചേർഡ് ആൻഡ് കളക്ഷൻ ടൈപ്പ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് ആൻഡ് കളക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓതർ എന്ന് പറയുന്നത് നമ്മളൊരു ടേബിൾ സ്ട്രക്ചർ ആണെങ്കിൽ കൂടി പേഴ്സണിനെ നമ്മൾ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ടേബിളുണ്ട്. ഈ പേഴ്സണിൻ്റെ ചൈൽഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓതർ, കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ചൈൽഡുകളാണ്, അല്ലെങ്കിൽ പേഴ്സൺ എന്ന ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത രണ്ട് ക്ലാസ്സാണ് ഓതറും കസ്റ്റമറും. ഓതറിനും കസ്റ്റമറിനും നെയിം ആൻഡ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അഡീഷണലി ദേ ഹാവ് ഓതർസ് ഇൻ പിന്നെ കാൽക്ക് ഓതർ ബുക്ക് സെയിൽസ്, അതുപോലെ ലോഗിൻ നെയിം, കാൽക്ക് പർച്ചേസ് എന്ന് പറയുന്ന രണ്ട് അട്രിബ്യൂട്ടുകളും എക്സ്ട്രാ ഉണ്ടായിരിക്കും. ഇനി ദേ ആർ കണക്റ്റഡ് വിത്ത് ഇപ്പോൾ ഓതർ ഇസ് കണക്റ്റഡ് ബൈ കസ്റ്റമർ യൂസിങ് ബുക്ക് എന്ന് പറയുന്നൊരു എൻറ്റിറ്റി. ആ എൻറ്റിറ്റീനെ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കാൽക്ക് ഓതർ ബുക്ക് സെയിൽസും കാൽക്ക് ബുക്ക് സെയിൽസും കാൽക്ക് പർച്ചേസും എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. അതായത് അവിടെ എന്തോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ സാധാരണ ER മോഡലിൽ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അട്രിബ്യൂട്ട്സിനെ മാത്രമേ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡലിലേക്ക് വരുമ്പം അവിടെ ഫങ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. 1980s ഡാറ്റാബേസ് സിസ്റ്റംസ് ഈ ഒരു ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽസ് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഡാറ്റാബേസ് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഇനി സെമി സ്ട്രക്ചേർഡിലേക്ക് വരുമ്പോൾ സെമി സ്ട്രക്ചേർഡിന് എക്സാമ്പിൾ ആദ്യം തന്നെ ഞാൻ പറയാം, ദാറ്റ് ഈസ് XML. അപ്പോൾ നമുക്കറിയാം ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ XML യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ XML ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ നമുക്ക് SQLite എന്ന് പറയുന്നതാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഡാറ്റാബേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന, ഡാറ്റാബേസ് സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത് SQLite ആണ്. SQLiteൽ ഫോളോ ചെയ്യുന്നത് XML ആണ്. അപ്പോൾ സെമി സ്ട്രക്ചർഡ് ഡാറ്റ മോഡൽ allows the data specification at places where the individual data items of the same type may have different attribute set. അതായത് നമുക്ക് സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരു ഇതുപോലെ തന്നെ നെയിം, ടെലിഫോൺ, ഇമെയിൽ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ആറിന് നെയിം ഉണ്ടായിരിക്കും, നെയിം തന്നെ ഫസ്റ്റും ലാസ്റ്റും ഉണ്ട്, അതങ്ങനെ. അതായത് ടെലിഫോണും ഇമെയിലും. ഇപ്പോൾ ഈ ഇത് ഒരു എന്താ പറയുക, സെമി സ്ട്രക്ചേർഡ് ആയിട്ട് ഡാറ്റയുടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ് നമ്മൾ XML ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഡാറ്റാബേസ് മോഡൽസിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രം ഓർത്തിരിക്കുക. ER മോഡലും റിലേഷണൽ ഡാറ്റ മോഡലും നമ്മൾ കുറച്ചും കൂടെ വൈഡായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഓൾറെഡി പറഞ്ഞ ബാക്കിയുള്ള കാര്യത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും അതുപോലെ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഡാറ്റ മോഡൽ പറഞ്ഞു, അതിനോട് കൂടി വരുന്നതാണ് ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. സ്കീമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, skeleton structure that represent the logical view of the entire database. അപ്പോൾ നിങ്ങളൊരു ടേബിളിൻ്റെ സ്ട്രക്ചർ പറയുമ്പം ടേബിളിൻ്റെ സ്കീമ വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ സ്കീമ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടേബിളിൻ്റെ സ്കീമ നിങ്ങൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ദിസ് ഇസ് ദ സ്കീമ. ഇവിടെ നമ്മൾ കണ്ടോ, ദിസ് ഇസ് ദ സ്കീമ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ സ്റ്റുഡൻ്റാണ് ടേബിളിൻ്റെ പേര്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്ത് 3 കോളംസ്
കോളമാണുള്ളത്. ദാറ്റ് ഇസ് സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, പ്രൊജക്റ്റ് ഐ ഡി. ഇതിൽ സ്റ്റുഡൻറ്റ് ഐ ഡി എന്നൊരു അണ്ടർലൈൻ ആയിട്ടില്ല, ഇത് അപ്പർ ലൈൻ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അണ്ടർലൈൻഡ് ആയിട്ടാണ് നമ്മൾ എഴുതാറ്. അണ്ടർലൈൻഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൈമറി കീ. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ഐ ഡി ഈസ് ദ പ്രൈമറി കീ, സ്റ്റുഡൻറ്റ് നെയിം ഇസ് ദ അട്രിബ്യൂട്ട് ആൻഡ് പ്രൊജക്റ്റ് ഐ ഡി ഈസ് ഓൾസോ ദ അട്രിബ്യൂട്ട്. ഇതാണൊരു സ്കീമ റെപ്രസെൻറ്റേഷൻ. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്കെൽട്ടൺ സ്ട്രക്ചർ കാണിക്കും വിത്തൗട്ട് ദ ഡാറ്റാസ് ഇൻസൈഡ് ദ ടേബിൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസ് ഒന്നും കാണിക്കാതെ ആ മെയിൻ സ്ട്രക്ചർ പറയുന്നത് തന്നെയാണ് നമ്മൾ ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. ഇനി വേറൊരു സ്കീം എഴുതുവാണെങ്കിൽ നമുക്ക് അത് തമ്മിൽ, അപ്പം നമുക്ക് അങ്ങനെ സ്കീം എഴുതി കണ്ടാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ഈ പ്രൊജക്റ്റ് ഐ ഡി എന്ന് പറയുന്നത് ചിലപ്പം വേറെ ഏതെങ്കിലും ടേബിളിൻ്റെ ഐ ഡി ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈമറി കീ ആയിരിക്കും. അപ്പോൾ ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു ടേബിൾ ഉണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ടേബിളും ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളും ദേ ആർ കണക്റ്റഡ് ത്രൂ വാട്ട് പ്രൊജക്റ്റ് ഐ ഡി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡിഫൈൻസ് ദ ഹൗ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് ഹൗ ദ റിലേഷൻസ് എമംഗ് ദേ ആർ അസോസിയേറ്റഡ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കൺസ്ട്രെയിൻസും പറയാം. അപ്പോൾ നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നതൊക്കെ കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ കൺസ്ട്രെയിൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ഡാറ്റാബേസ് സ്കീമ. ഇനി പറയുന്നത് ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത് തന്നെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമയും ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമയും. ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമയിൽ സ്കീമ പെർടെയിൻസ് ദ ആക്ച്വൽ സ്റ്റോറേജ് ഓഫ് ഡാറ്റ ആൻഡ് ഇറ്റ് ഫോം സ്റ്റോറേജ് ലൈക്ക് ഫയൽസ്, ഇൻഡിസസ് എക്സെട്ര. അതായത് നമുക്ക് ഫിസിക്കൽ ഡാറ്റയിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സെക്കൻഡറി സ്റ്റോറേജിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എത്ര ബൈറ്റ് ഓഫ് ഡാറ്റേനെ വേണം, അപ്പം അത് ആ രീതിയിലുള്ള ഹൗ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളെ നമ്മൾ ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ പറയും. ലോജിക്കൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അതുപോലെ വ്യൂസ്, ടേബിൾസ് എങ്ങനെയാണ് വരിക, അങ്ങനെയുള്ള ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് കൊടുക്കുക, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമിൽ വരുന്നത്. ഇനി ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മൂമെൻറ്റിൽ നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സ്ക്രീൻഷോട്ടിനെ നമുക്ക് എന്ത് പറയാം, ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയാം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ അകത്ത്, ഒരു ഗിവൺ ടൈമിൻ്റെ അകത്ത് അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്, ഒരു ഓപ്പറേഷണൽ ഡാറ്റാബേസിൻ്റെ സ്റ്റേറ്റ് എന്താണ്. ഇപ്പോൾ നമുക്കറിയാം PSC സൈറ്റിൽ നമുക്ക് ഓരോ തവണയും ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നൊരു സൈറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അറ്റ് എ ഗിവൺ ടൈം, അപ്പോൾ ജനുവരി അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട്, അപ്പോൾ ജാനുവരി 2021 ആ ഒരു ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക് 18, ആ ഒരു ഡേറ്റ് 18/2021 ജാനുവരി 18, 2021 എന്ന് പറയുന്ന ഡേറ്റിൽ ഒരു ടൈം കൊടുക്കുകയാണ് 12 PM നമുക്ക് ഡാറ്റ എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൻ്റെ അകത്തുള്ള ആ ഒരു വാല്യൂ നമ്മൾ എടുക്കുന്നതിന് നമുക്ക് കൊടുത്താൽ മതി. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുത്താൽ മതി. ദാറ്റ് ഗീവ്സ് ദ ഇൻസ്റ്റൻസ് ഓഫ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് ടെൻസ് ചേഞ്ച് വിത്ത് ടൈം. അത് ഓരോ സമയത്തും ഇപ്പോൾ 12 മണിക്കെടുത്തോ 12:10 രണ്ടും രണ്ടായിരിക്കും. കാരണം ഡാറ്റ ചേഞ്ച് ചെയ്തിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻസേർഷൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിലീഷൻ വന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഓപ്പറേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമുക്ക് ടൈം വെച്ച് അതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് എവറി ഇൻസ്റ്റൻസ് ഷുഡ് ബി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഫോളോ ചെയ്യണം. അതുമാത്രമല്ല ദേ ഷുഡ് ബി കൺസിസ്റ്റൻ്റ് ഇൻ എ സ്റ്റേറ്റ്. അതായത് വാലിഡേഷൻസ് ഫോളോ ചെയ്തിരിക്കണം, കൺസ്ട്രെയിൻസ് ഫോളോ ചെയ്തിരിക്കണം, കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. അതായത് ഡാറ്റാബേസ് ഡിസൈനേഴ്സ് പറയുന്നുണ്ട് പിന്നെ ഇത്ര 18 വയസ്സിൽ കൂടുതൽ അല്ലെങ്കിൽ 21 ഇയേഴ്സിന് കൂടുതലായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അതിൽ, അതായത് ഇത്ര വയസ്സിൽ താഴെയുള്ളവർ ഇത്ര വയസ്സിൽ കൂടുതലുള്ളവർ മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായവർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ആ ഡാറ്റാബേസിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടാവാൻ പാടുള്ളൂ. സോ DBMS എൻഷുർ എവറി ഇൻസ്റ്റൻസ് ഇൻ എ വാലിഡ് സ്റ്റേറ്റ്. ഓക്കെ, അതെങ്ങനെയാണ്? by diligently following all the validations, constraints and conditions that the database designers have imposed. അപ്പോൾ ഡാറ്റാബേസ് ഡിസൈനർ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റ ആയിരിക്കണം എവറി ഇൻസ്റ്റൻസിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാറ്റാബേസ് മോഡൽ പറഞ്ഞു, പല ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇൻസ്റ്റൻസ് പറഞ്ഞു. ഇൻസ്റ്റൻസിന് മുമ്പ് നമ്മൾ പറയുന്നത് എന്താണ്? ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ ഓവറോൾ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ആണ്. ഓഫ് ഓപ്പറേഷണൽ ഡാറ്റാബേസ് വിത്ത് ദ ഡാറ്റ
അറ്റ് എനി ഗിവൺ ടൈം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂൾ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി ഹാവ് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡാറ്റാ മോഡൽ. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡാറ്റാ മോഡലിനെ പറ്റിയാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.